വെറും 13 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുഞ്ഞ് മഴ നനഞ്ഞ് നടന്നു വരുന്ന സമയത്ത് മഴ നനഞ്ഞതിനെ തുടർന്ന് പണി തീർക്കാത്ത ഒരു വീട്ടിലേക്ക് കയറി നിൽക്കുന്നു. സാഹചര്യങ്ങളാണല്ലോ. മഴ പെയ്തപ്പോൾ ആ കുട്ടിക്ക് നനയരുതെന്ന് വെച്ചിട്ട് വഴിയിൽ പണി തീർക്കാത്തൊരു വീട് കണ്ടു, അങ്ങ് കയറി നിന്നു. കുറച്ച് കാപാലികർ ആ 13 വയസ്സായ കുരുന്നിനെ, കൊച്ചുകുട്ടിയെ ബലാത്സംഗം ചെയ്തു. കൂട്ടബലാത്സംഗം. എന്താണല്ലേ ഈ ലോകത്ത് നടക്കുന്നത്? വളരെ ബുദ്ധിമുട്ടി, കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടും, അച്ഛനമ്മ എല്ലാവരും വീട്ടുജോലിക്ക് പോകുന്നവർ, പഠിക്കാൻ ഒരു വഴിയുമില്ല, വളരെ ബുദ്ധിമുട്ടായ ഫാമിലി ആയതുകൊണ്ട് മാത്രം 13 വയസ്സിലും ഈ കുട്ടി ജോലിക്ക് പോയി തുടങ്ങിയിരിക്കുന്നു. ജോലിക്ക് പോയി തിരികെ വരുമ്പോഴാണ് മഴയുണ്ടാകുന്നതും മഴ കാരണം കയറി നിൽക്കുന്നതും. അവിടെ നിന്നും ഒരുത്തൻ വലിച്ചിഴച്ച് വീട്ടിലേക്ക് കൊണ്ടു കയറ്റി ഒരുപാട് ഉപദ്രവിച്ചു എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ആ കുട്ടിയെ എല്ലാവരും കൂടി ചേർന്ന് പിച്ചി ചീന്തി. നാടും നാട്ടുകാരും ഒക്കെ വലിയ പ്രതിഷേധത്തിലുമാണ്. എന്തായാലേ നടക്കും നമ്മുടെ നാട്ടിൽ? നമുക്ക് വാർത്ത ഒന്ന് കണ്ടുനോക്കാം. മഴ നനയാതിരിക്കാൻ നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിൽ കയറിയ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തു. 5 പേർ പിടിയിൽ. അവരുടെ ആരോഗ്യനില ഗുരുതരം. ലഖ്നൌവിലെ ആസിയാന കോളനിയിൽ കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. 13 വയസ്സുകാരിയാണ് ഈ ക്രൂര പീഡനത്തിന് ഇരയായത്. കെയർ ഹോമിലെ ജോലി ചെയ്തിരുന്നു ആ പെൺകുട്ടി. അവൾ ആ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ വലിയ കാറ്റും മഴയും എത്തി. അങ്ങനെയാണ് ആ നിർമ്മാണം പൂർത്തിയാകാത്ത ആ കെട്ടിടത്തിലേക്ക് അവൾ കയറിയത്. പെൺകുട്ടിയെ കണ്ട ആ പ്രതികളിൽ ഒരാൾ അവളെ ആ കെട്ടിടത്തിനുള്ളിലേക്ക് വലിച്ചിഴച്ചു. ആ പെൺകുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങിയതോടുകൂടി ആ കെട്ടിടത്തിൽ അവനൊപ്പമുള്ള മറ്റുള്ളവരും ഓടിയെത്തി അവളുടെ വായിൽ തുണി തിരുകി, കൈയും കാലും കെട്ടി. പിന്നീട് മർദ്ദനമായിരുന്നു. ഏറ്റവും ഒടുവിൽ എല്ലാവരും ചേർന്ന് ബലാത്സംഗം. ഈ പെൺകുട്ടി ജോലി നോക്കുന്ന കെയർ ഹോമിൽ അന്വേഷിച്ചപ്പോൾ അവിടെ നിന്നും ഇറങ്ങി എന്ന് വീട്ടുകാർക്ക് ബോധ്യപ്പെട്ടു. പക്ഷേ വീട്ടിലേക്ക് എത്തിയിട്ടുമില്ല. അങ്ങനെ വീട്ടുകാർ അന്വേഷിച്ചിറങ്ങിയതോടുകൂടിയാണ് ഈ ക്രൂര പീഡനത്തിന്റെ വിവരം പുറം ലോകം അറിയുന്നത്. നാട്ടുകാരും ആ പെൺകുട്ടിയെ തേടി തെരച്ചിലിന്. അങ്ങനെയാണ് ആ കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ അവളെ അബോധാവസ്ഥയിൽ കണ്ടെത്തുന്നത്. നാട്ടുകാർ തന്നെയാണ് ആ പ്രതികളെയും കണ്ടെത്തി പിടികൂടുന്നത്. കെട്ടിടത്തിന് മുകളിൽ ഒരു വാട്ടർ ടാങ്ക്. ആ വാട്ടർ ടാങ്കിൽ ഒളിച്ചിരിക്കുകയെന്ന പ്രതികൾ. പോലീസ് എത്തി പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റി. സീതാപൂർ ജില്ലയിൽ നിന്നുള്ളവരാണ് ഈ പ്രതികൾ. പോലീസ് പറയുന്നത് പക്ഷേ മറ്റൊരു കഥയാണ്. പ്രതികൾ എന്ന് പറയുന്നവരിൽ ഒരാൾ മാത്രമാണ് യഥാർത്ഥത്തിൽ അവളെ പീഡിപ്പിച്ചത് എന്നാണ് പോലീസിന്റെ ഭാഷ. പക്ഷെ പ്രദേശവാസികൾ ഈ വാദത്തെ എതിർക്കുന്നു. ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തുവെന്നും മറ്റുള്ളവർക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന അന്വേഷണം പുരോഗമിക്കുകയാണെന്നുമാണ് പോലീസിന്റെ വാദം. പെൺകുട്ടിക്ക് थाना आशियाना पर जरिए 112 सूचना मिली कि एक माइनर बच्ची है जिसके साथ दुष्कर्म की सूचना मिली। तत्काल पुलिस मौके पर पहुंची और जो मेन अभियुक्त है उसको चिन्हित कर लिया गया है। उसको हिरासत में लेकर पूछताछ की जा रही है। मौके का निरीक्षण फॉरेंसिक टीम के साथ किया जा रहा है। साक्ष्य संकलित किए जा रहे हैं। परिजनों से तहरीर ली जा रही है और अभियोगी की कार्रवाई पर चल रही है। സാമ്പത്തികമായി ഒരുപാട് കഷ്ടപ്പെടുന്ന കുടുംബമാണ്. അതുകൊണ്ടാണല്ലോ ഈ 13 വയസ്സായ കുട്ടിയെ ആ അച്ഛനും അമ്മയും ജോലിക്ക് വിട്ടത്. ആ വീട്ടിലെ ബുദ്ധിമുട്ട് കണ്ടിട്ട് പഠിത്തം വരെ മതിയാക്കി ഈ 13 വയസ്സായ കുട്ടി എന്നാൽ പറ്റുന്ന ഒരു സമ്പാദ്യം ഈ വീട്ടിന് കൊടുക്കാം എന്ന് കരുതിയിട്ടാണ് ആ ജോലിക്ക് പോയത്. ജോലിക്ക് പോയടുത്തുനിന്ന് വരുന്ന സമയം കഴിഞ്ഞിട്ടും കാണാതായപ്പോൾ രക്ഷാകർത്താക്കൾ വിളിച്ചതിനെ തുടർന്ന് ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞു എന്ന് മനസ്സിലായതിനു ശേഷം കണ്ടില്ല എന്ന് വെച്ചിട്ടാണ് പിന്നെ നാട്ടുകാരും രക്ഷാകർത്താക്കളും കേസുമായി ഇറങ്ങിയത്. ഇതൊക്കെ നടക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന് തന്നെ ഉന്നത നിലയിലെത്തിക്കാം. കേരളം സ്വർഗമാക്കി മാറ്റാം. ഇപ്പം ഉണ്ടായിരിക്കുന്ന സ്വർഗമല്ല, അതിലും വലിയ സ്വർഗമാക്കി മാറ്റാം എന്നൊക്കെ ധീരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന BJP ഭരിക്കുന്ന ഉത്തർപ്രദേശ് നാട്ടിലാണ്. എന്താ
അവിടുത്തെ അവസ്ഥ ഇതാണെങ്കിൽ ഈ ഒരു അവസ്ഥയാണോ ഇനി കേരളത്തിൽ കൊണ്ടുവരണമെന്ന് പറയുന്നത്? അവളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ മൂലമാണ് 13 വയസ്സുകാരിക്ക് ജോലിക്ക് പോകേണ്ട അവസ്ഥ വന്നത്. വളരെ ദരിദ്ര കുടുംബത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി. അവളുടെ അച്ഛനും അമ്മയും വീട്ടുജോലി ചെയ്താണ് കുടുംബം പോറ്റുന്നത്. കുറച്ചുകൂടി വരുമാനം, അധിക വരുമാനത്തിന് വേണ്ടിയാണ് ആ പെൺകുട്ടിയെ അവർ കെയർ ഹോമിലേക്ക് അയച്ചത്. അന്ന് പതിവ് പോലെ ആ കെയർ ഹോമിലേക്ക് പോയതാണ്. കെയർ ഹോമിലേക്ക് പോയി മടങ്ങും വഴിയാണ് കാലാവസ്ഥ പ്രതികൂലമായത്. അതൊരു പക്ഷേ അവളുടെ ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. ഇതാണല്ലോ പെൺകുട്ടി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അബോധാവസ്ഥയിൽ കണ്ടെത്തിയ അവളുടെ ചികിത്സ തുടരുന്നു. പൂർണ്ണമായും അവൾ ആരോഗ്യനില വീണ്ടെടുത്തിട്ടില്ല. ആരോഗ്യനില വീണ്ടെടുത്ത ശേഷം കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ്. ഇതൊക്കെ കാണുമ്പോൾ ഇതിന് മുന്നിൽ ശിരസ് കുനിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ല. എന്താ അല്ലേ നമ്മുടെ നാട്? ഇന്ത്യയിൽ, അതും ഉത്തർപ്രദേശിൽ BJP നല്ലതുപോലെ ഭരിക്കുന്നു എന്ന് പറയുന്ന നാട്ടിൽ നടന്നൊരു സംഭവമാണ് കൂട്ടബലാത്സംഗം 13 വയസ്സുകാരി. ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നതെന്നറിയില്ല. നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ പരമാവധി സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്തും സംഭവിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.